ആരാധകർ കാത്തിരുന്ന വേൾഡ് കപ്പിന്റെ ഫൈനൽ പോരാട്ടം നാളെയാണ്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡുമാണ് നേർക്കുനേർ വരുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യ ടീമിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ 250 മുകളിൽ റൺസ് നേടിയിട്ടും ആകെ കൂടി 7 റൺസിനാണ് ഇന്ത്യ കളി ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ബൗളിംഗ് പരാജയമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ബുംറ മാത്രമാണൊന്ന് മികച്ച രീതിയിൽ പന്തെറിഞ്ഞത്. വരുൺ ചക്രവർത്തിക്ക് നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ ബൗളിംഗ് ശക്തമാക്കാനാണ് പദ്ധതിയിടുന്നത്. ബാറ്റിംഗിൽ ഇന്ത്യക്ക് യാതൊരു പേടിയുമില്ല. എല്ലാവരും മികച്ച ഫോമിലാണ്, പ്രത്യേകിച്ച് സഞ്ജു സാംസൺ. നാളത്തെ ടീമിൽ 2 മാറ്റങ്ങളാണ് പ്രധാനമായും വന്നിരിക്കുന്നത്. വരുൺ ചക്രവർത്തിയെ പ്ലേയിങ് 11-ൽ നിന്ന് ഒഴിവാക്കുകയാണ്. പകരം കുൽദീപ് യാദവാണ് നാളെ കളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും ഒഴിവാക്കുകയാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും ഫ്ലോപ്പായ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് അഭിഷേകാണ്. വേൾഡ് കപ്പിന്റെ ഫൈനലായി ഇതുവരെ ഫോം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അഭിഷേകിനെ ഒഴിവാക്കുകയാണ്. പകരം റിങ്കു സിംഗ് ആണ് നാളെ കളിക്കാൻ പോകുന്നത്. ഓപ്പണിംഗിലും മാറ്റമുണ്ട്. സഞ്ജുവും ഇഷാനുമാണ് നാളെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. രണ്ടുപേരും മികച്ച കളിക്കാരാണ്. ഇഷാൻ ഈ വേൾഡ് കപ്പിൽ ഫോമാണ്, അതുപോലെ സഞ്ജുവും. രണ്ടുപേരും ഉണ്ടെങ്കിൽ പവർ പ്ലേയിൽ മികച്ച റൺസ് ഇന്ത്യക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഫിനിഷറായിട്ട് റിങ്കു സിംഗ് ആയിരിക്കും ടീമിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇനിയൊരു പക്ഷേ സിറാജിനെ കൂടി നാളത്തെ മത്സരത്തിൽ ഉൾപ്പെടുത്തുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. സിറാജ് മികച്ചൊരു ബൗളറായിരുന്നു. എന്തായാലും വിജയിച്ച ടീമിനെ നാളത്തെ മത്സരത്തിൽ ഇറക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ബൗളിംഗ് ശരിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ 300 റൺസ് എടുത്താലും ഇന്ത്യ കളി തോൽക്കാനാണ് സാധ്യത. അപ്പോൾ നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. സഞ്ജു, ഇഷാൻ, സൂര്യ, തിലക്, പാണ്ഡ്യ, റിങ്കു സിംഗ്, ശിവൻ ദുബെ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ബുംറ, ഹർഷദീപ് സിംഗ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ന്യൂസിലൻഡ് ചില്ലറക്കാരല്ല. അവരുടെ ടീമിൽ ഫിന്നലനുണ്ട്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി അപകടകരമാണ്. അതുകൊണ്ട് ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ കളി ജയിച്ച് വേൾഡ് കപ്പിന്റെ കപ്പ് ഉയർത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.